വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കപ്പ് അളവ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ബാക്കിയാവുന്ന സമയത്ത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കാറുള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വെജിറ്റബിൾസ് ഇങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് സാധാരണ ഉപ്പുമാവ് പോലെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ പ്ലെയിൻ ആയിട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് ഒരുപാട് ചൂടാറണ്ട, എന്നാലും നമുക്ക് കയ്യിൽ തൊടാൻ പറ്റുന്ന ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിൽ നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ഇത് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം ഒന്ന് മസാലയിൽ കോട്ട് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ വീണ്ടും ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കടുകിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ഇതിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മക്കൾ എത്രയാണോ എരിവ് കഴിക്കുക അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എക്സ്ട്രാ മസാലയൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി മസാല കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ 1 സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ നന്നായിട്ട് നമ്മുടെ ആ ബോൾസിനകത്ത് മസാല പിടിക്കുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, റവ ബോൾസ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുക. അത്രേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപാട് പേര് കഴിക്കുന്നതാവും, ചെറുതിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എങ്ങനെയാണെന്ന് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടായി, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ്. ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പവും കൂടിയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക്